സിപിഎമ്മിനും രണ്ട് പ്രമുഖ വ്യവസായികൾക്കും തമ്മിൽ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് ഉറ്റുനോക്കുകയാണ് കേരളം. നമുക്കറിയാം, സിപിഎമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് അല്ലെങ്കിൽ പരാതികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പാർട്ടി തന്നെ വിലക്കിയ രാജേഷ് കൃഷ്ണ എന്ന വ്യക്തിയെ നമുക്കറിയാം. പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് ആ വിഷയങ്ങളൊക്കെ ചർച്ചയായിരുന്ന കാര്യമാണ്. അയാൾക്കെതിരെ പരാതി നൽകിയിരുന്ന ഷർഷാദ് എന്ന വ്യവസായി, ഷർഷാദ് പാർട്ടി PB അംഗത്തിനാണ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി നൽകിയിരുന്നത്. ആ പരാതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ പരാതി എങ്ങനെ പുറത്തു വന്നു എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നത്. പാർട്ടിയെ, സിപിഎമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന തുടർ ആരോപണങ്ങൾ ഷർഷാദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അയാൾ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഒപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വഴിയാണ് ഈ പാർട്ടിക്ക് നൽകിയ പരാതി പുറത്തുപോയിരിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ നിലപാടിൽ ഉറച്ചു നിന്ന് കൂടുതൽ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ CPM പറയുന്നു ഇത് വെറും അസംബന്ധമാണ് ഈ പ്രചരിക്കുന്നത് എന്നതാണ് CPM പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മാധ്യമങ്ങൾ ഇപ്പോൾ ഉയരുന്ന ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ എന്താണ് പ്രതികരണം എന്ന് തേടുമ്പോൾ അസംബന്ധങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അപ്പോൾ PB അംഗമായ അശോക് ദാവ്ലെക്ക് നൽകിയ പരാതി എങ്ങനെ പുറത്തു വന്നു എന്നതാണ് ഷർഷാദ് ചോദിക്കുന്ന ചോദ്യം. CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രതിനിധിയായി രാജേഷ് കൃഷ്ണയെ തെരഞ്ഞെടുത്തത് UK നടന്ന അശോക് ദാവ്ലെ കൂടി പങ്കെടുത്ത യോഗത്തിലായതിനാലാണ് അശോക് ദാവ്ലെക്ക് ഷർഷാദ് പരാതി നൽകുന്നത്. അങ്ങനെ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യാൻ നൽകിയ പരാതി ഇപ്പോൾ എങ്ങനെ പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അതിൽ ഒരുപാട് മറു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ വിഷയം എത്രയധികം ഗൗരവമുള്ള വിഷയമാണ്. പല മന്ത്രിമാരെ ഉൾപ്പെടെയുള്ളവരെ പ്രതിക്കൂട്ടിലാക്കുന്ന വിഷയമാണ്. അങ്ങനെയൊക്കെ നൽകിയിരിക്കുന്ന ഒരു പരാതി CPM ചർച്ച ചെയ്തിട്ടാണോ ഈ നടപടികൾ ഉണ്ടായിട്ടുള്ളത്, അയാളെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയത്? അങ്ങനെയാണെങ്കിൽ മറ്റ് നടപടികൾ എന്തുണ്ടായി, ഇതെങ്ങനെ പുറത്തുപോയി തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. മധുര പാർട്ടി കോൺഗ്രസിൽ വിദേശ പ്രതിനിധിയായാണ് രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തിയിരുന്നത്. ഷർഷാദ് PB അംഗമായ അശോക് ദാവ്ലെക്ക് ഇതുമൂലം പരാതി നൽകുന്നു. രാജേഷിനെ പ്രതിനിധിയായി തെരഞ്ഞെടുത്ത ലണ്ടനിലെ പാർട്ടി സമ്മേളനത്തിൽ ദാവ്ലെ പങ്കെടുത്തു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരാതി നൽകിയത്. ഈ പാർട്ടി ഇത് ചർച്ച ചെയ്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് രാജേഷ് കൃഷ്ണയെ മാറ്റി നിർത്തുന്ന ഒരു തീരുമാനം ഉണ്ടായത്. ഇപ്പോൾ ആ പരാതി ഇപ്പോൾ പുറത്തു വന്നതിന്റെ പശ്ചാത്തലമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അന്ന് ഉയർന്ന ഈ ആരോപണങ്ങൾ, പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തി തുടങ്ങി മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്തകളൊക്കെ മാനനഷ്ടത്തിനിടയാക്കി എന്ന് കാണിച്ച് രാജേഷ് കൃഷ്ണ ഒരു പരാതി ഡൽഹിയിൽ കോടതിയിൽ നൽകുന്നു, ഒരു ഹർജി ഫയൽ ചെയ്യുന്നു, മാനനഷ്ട കേസ് നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഈ പരാതിയുടെ കോപ്പി അതിൽ വെച്ചുകൊണ്ട് തന്നെ അത്തരമൊരു ഹർജി ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ഈ വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കത്ത് ചോർത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് എന്ന് സംശയിക്കുന്നതായാണ് ഷർഷാദ് പക്ഷേ ഇപ്പോൾ ആരോപിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ ഇടനില നിന്ന പാർട്ടി അംഗം രാജേഷ് കൃഷ്ണയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി തഴയപ്പെട്ടു എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് തടയാൻ, അല്ലെങ്കിൽ ആ പരാതി തഴയാൻ ഇടപെട്ടത് P ശശിയാണ് എന്നൊരു ആരോപണം ഷർഷാദ് ഉന്നയിക്കുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവർ ഉൾപ്പെടെ CPM നേതാക്കൾക്കും രാജേഷ് കൃഷ്ണയ്ക്കുമിടയിൽ സാമ്പത്തിക ഇടപാട് ഉണ്ട് എന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഇത്രയധികം ആരോപണങ്ങൾ ഈ ഷർഷാദ് എന്ന വ്യവസായിയുടെ ഭാഗത്തു നിന്നും ഉയരുമ്പോൾ പല ചോദ്യങ്ങളുണ്ട്. PBക്ക് കിട്ടിയ രഹസ്യരേഖ ചോർന്നതെങ്ങനെ, ആര് ചോർത്തി, സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ പാർട്ടി പരിശോധിച്ചിട്ടുണ്ടോ, സർക്കാരും പാർട്ടിയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ സംബന്ധിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്ക് എന്ത് മറുപടിയുണ്ട്? കത്ത് ചോർത്തിയത് MV ഗോവിന്ദന്റെ മകനാണെന്ന് ഷർഷാദ് പറയുന്നുണ്ട്. ഇതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് എന്താണ് പറയാനുള്ളത്? MV ഗോവിന്ദനെതിരായ നീക്കത്തിന് പിന്നിൽ പാർട്ടി വിഭാഗീയതയുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുമ്പോൾ എന്തുകൊണ്ട് മറുപടിയില്ല എന്നതാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത്. MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് എല്ലാം അസംബന്ധമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തത്. മറ്റൊരു പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് മന്ത്രി V ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നാണ്.
കത്ത് വിഷയത്തിൽ പാർട്ടി കൃത്യമായ നിലപാട് വ്യക്തമാക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള വിവാദമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂവെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കൊണ്ടുവന്ന CPM-നെ തകർക്കാമെന്ന് ആരും കരുതേണ്ട എന്നും എം വി ഗോവിന്ദൻ അസംബന്ധമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞ വിഷയത്തിൽ വി ശിവൻകുട്ടി പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു വിവാദമല്ലേ പക്ഷെ ഒന്നും പറയാനില്ലേ, അതിന് പ്രതികരിക്കുന്നില്ലേ? ഇന്നലെ പ്രതികരിച്ചു, അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. അതാ പറഞ്ഞത്, അതാ മലയാളം പറഞ്ഞത്, മലയാളത്തിലാ പറഞ്ഞത്. അസംബന്ധങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. ഇതേ വിഷയത്തിലാണ് പാർട്ടി പ്രതികരിക്കും എന്നും ഒപ്പം തന്നെ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആരോപണങ്ങളാണെന്നും CPM-നെ ഇങ്ങനെയൊന്നും തകർക്കാൻ പറ്റില്ല എന്നും വി ശിവൻകുട്ടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൂടി വാക്കുകൾ. അവതാരങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്നത് തന്നെ പാർട്ടിക്കകത്ത് അവർക്ക് വേറെ സ്വാധീനമൊന്നുമില്ല. അവരിങ്ങനെ അവതാരങ്ങളാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പാർട്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. അത്രയും കാര്യത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. അല്ല, ഈ അവതാരങ്ങളൊന്നും അല്ലല്ലോ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ നിശ്ചയിക്കുന്നതും പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മന്ത്രിമാരെ തീരുമാനിക്കുന്നതും വകുപ്പ് തീരുമാനിക്കുന്നതും ഈ അവതാരങ്ങളൊന്നും അല്ലല്ലോ. അവതാരങ്ങളെ വഴിക്കങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇന്ന് വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ സ്വയം മതിയാക്കും. അങ്ങനെ ചരിത്രമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട്, പാർട്ടിക്കകത്ത് പുറത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട്. അങ്ങനെ പല നടപടികളും പാർട്ടിക്കകത്ത് ഉണ്ടല്ലോ. അതൊന്നും ഇതുവരെ ആരും തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന്. ഒരു കോടതി തെളിയിക്കപ്പെട്ടിട്ടില്ല, മറ്റേതെങ്കിലും ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത് സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള സംഗതിയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയേണ്ട ബന്ധപ്പെട്ടവരും പറയും. ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും CPM-നെയും CPM-ന്റെ നേതാക്കന്മാരെയും തകർക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒന്നും പാർട്ടിയെ തകർക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടിയത്. അതേസമയം തോമസ് ഐസക്കിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങൾക്ക് തോമസ് ഐസക് മറുപടി പറയുന്നത് ഈ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MP രാജേഷിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നതാണ്. മന്ത്രി MP രാജേഷ് പറയുന്നു, ഒരു പുതുമയും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഇത്. മാത്രവുമല്ല, ഷർഷാദ് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ പ്രചരിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇപ്പോഴും കറങ്ങി കളിക്കുന്നത് എന്നതാണ് മന്ത്രി MP രാജേഷ് ചൂണ്ടിക്കാട്ടിയത്. ഷർഷാദിന്റെ പേര് പറയാതെ തന്നെയാണ് പറഞ്ഞത്. നേരത്തെ തന്നെ ഇത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുണ്ടായിരുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് മന്ത്രി MP രാജേഷ്. അതിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞില്ലേ, കുറെ പേരുണ്ടല്ലോ. ഈ കത്ത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ. അപ്പം ഇനി ഇങ്ങനെ പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും. തെരഞ്ഞെടുപ്പിന് 5-6 മാസമല്ലേ ഉള്ളൂ. അത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണത്. അപ്പം അത് നടക്കട്ടെ. ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരമാണ്. അത്രേ പറയാൻ പറ്റൂല. ഞാനിവിടെ ഉണ്ടല്ലോ, നാളെയും ഇവിടെ ഉണ്ടാവും. അതെല്ലാം ബാധിക്കുന്ന കാലങ്ങൾ. പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമമൊക്കെ ആയിരുന്നു. ഇപ്പം പുല്ല് വിലയാണ്. അപ്പം നടക്കട്ടെ, ആഘോഷം നടക്കട്ടെ. നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകും നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് കാണാം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടക്കുന്ന നീക്കങ്ങൾ എന്നതാണ് മന്ത്രിമാർ സൂചിപ്പിക്കുന്നത്. തോമസ് ഐസക് കുറച്ചുകൂടി കടുപ്പമേറിയ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഫേസ്ബുക്കിലിട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണ്, മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും എന്നതാണ് ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടി ബന്ധമുണ്ടോ എന്ന് പാർട്ടിയോട് ചോദിക്കണമെന്നും തോമസ് ഐസക് പറയുന്നു. ഷർഷാദിന്റെ ബാങ്ക് വായ്പ മുടങ്ങിയ സമയത്ത് ബാങ്കിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം പക്ഷേ തോമസ് ഐസക് സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആക്ഷേപം എന്തോ
ബിനാമി നിക്ഷേപമുണ്ടെന്നുള്ളതാണ്. അതാണ് അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞെങ്കിൽ വിടത്തില്ല കേട്ടോ. അതിന് ആരും സംശയം വേണ്ട. അത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. തെറ്റ് ചെയ്യുന്നവരൊന്നും പാർട്ടിയിലുണ്ടാവും. അത് സംശയമില്ല. അയാളുടെ എന്ത് സാധുത, എന്ത് അദ്ദേഹത്തിൻ്റെ റെലവൻസ് ഉന്നയിക്കുന്നത് ടേഞ്ചഡ് ആക്ട്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കോടതി വിധികൾ വായിച്ചിട്ട് അദ്ദേഹത്തെ വിലയിരുത്തും. എന്നിട്ട് അദ്ദേഹം പറയുന്ന വെച്ചിട്ട് മറ്റുള്ളവരെ താറടിക്കുന്നതിന് വിലയിരുത്തും. അതൊക്കെ പാർട്ടിയോട് ചോദിക്കാം. സോ ഐ തിങ്ക് ഐ ക്ലാരിഫൈഡ് മൈ പൊസിഷൻ. താങ്ക് യു വെരി മച്ച്. നിയമ നടപടികൾ എന്നതാണ് തോമസ് ഐസക് സൂചിപ്പിക്കുന്ന കാര്യം. അതേസമയം ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആരോപണങ്ങളാണ് എന്നത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുമ്പോൾ പ്രതിപക്ഷവും ഈ വിഷയം ഉപയോഗിക്കുന്നുണ്ട്. വികസനവും കമ്മീഷനുമാണ് പിണറായി സർക്കാരിന്റെ നയം എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ വികസനം നടക്കുന്നില്ല, കമ്മീഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. സത്യസന്ധത തെളിയിക്കാൻ എം.വി. ഗോവിന്ദന് ബാധ്യതയുണ്ട് എന്നും കൂടി പറയുന്നു. ഒപ്പം ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അന്വേഷണം വേണം. അന്വേഷണത്തിലൂടെ നിയമ നടപടികൾ സ്വീകരിക്കപ്പെടണം. VS ജീവിച്ചിരുന്നു എങ്കിൽ ഇതിനെതിരെ കുരിശുയുദ്ധം തന്നെ, പാർട്ടിയിലെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കുരിശുയുദ്ധം തന്നെ നടത്തുമായിരുന്നു എന്നും കെ മുരളീധരൻ പറയുന്നു. വികസനവും കമ്മീഷനും എന്നുള്ള നയമാണ് ഇപ്പൊ പിണറായി സർക്കാരിന്. വികസനമല്ല, കമ്മീഷൻ നടക്കുന്നുണ്ട്, വികസനം നടക്കുന്നില്ല. ഇതിപ്പോൾ രാജേഷ് കൃഷ്ണനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പിണറായി സർക്കാരിനെതിരായിട്ട് വന്ന ആരോപണമാണ്. ഗോവിന്ദൻ മാഷാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഗോവിന്ദൻ മാഷ് പ്രതികരിക്കണം. തൻ്റെ സത്യസന്ധത തെളിയിക്കാൻ ഗോവിന്ദൻ മാഷ്ക്ക് ബാധ്യതയുണ്ട്. അതിന് അദ്ദേഹം മുൻകൈ എടുക്കണം. അദ്ദേഹത്തിൻ്റെ മകനെയും അദ്ദേഹത്തിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അന്വേഷണം വേണം. നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ പല മന്ത്രിമാർക്കും ഈ ഒരു അധോലോക ബന്ധമുള്ള രാജേഷ് കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ഇർഷാദ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെതിരെ ഒരു കുരിശുയുദ്ധം തന്നെ അദ്ദേഹം നടത്തുമായി. പാർട്ടി അംഗവും UK വ്യവസായിയുമായ രാജേഷ് കൃഷ്ണ, ഒപ്പം തന്നെ ചെന്നൈ വ്യവസായിയും പാർട്ടി അനുഭാവിയുമായ ഷർഷാദ്, ഈ രണ്ട് വ്യവസായികൾ തമ്മിലുള്ള വ്യക്തിപരമായ വിഷയങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ് ഈ പരസ്യ വിഴുപ്പലക്കലിലേക്ക് എത്തി നിൽക്കുന്നത്. പക്ഷേ അവരുടെ തുറന്നു പറച്ചിലുകൾ, അവരുടെ പോരടിയിൽ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ അവതാരങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയാണ് നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത്. ഈ കാലയളവിൽ നടന്ന അവതാര കളികളുടെ വിശദാംശങ്ങളാണ് രണ്ട് വ്യവസായികൾ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നത്. അതിൽ ഒരു കൂട്ടം മന്ത്രിമാരും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ആരോപണ വിധേയരാകുന്ന, പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന വിമർശനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ബാധ്യത സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനെ സംബന്ധിച്ചുണ്ട്. M.V. രാജേഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നതും സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നതാണ്. അദ്ദേഹത്തിന്റെ മകനെതിരെ ഉൾപ്പെടെ കൃത്യമായി ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹമാണ് അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത്. പക്ഷേ അദ്ദേഹം ഒറ്റ വാക്കിൽ അസംബന്ധം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് ഇന്ന് ചെയ്തത്. പക്ഷേ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതിനപ്പുറം അവതാരങ്ങൾക്കെതിരെ പറഞ്ഞ നിലപാടെടുത്ത മുഖ്യമന്ത്രി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതുകൂടി വ്യക്തമാകാനുള്ള അവസരമാണ് ഇത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് പറയുന്നു, എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്.